നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതോടെ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചർച്ച തുടങ്ങിയത് BJP-യാണ്. BJP സംസ്ഥാന അധ്യക്ഷനാണ് നേമത്ത് താൻ മത്സരിക്കുമെന്ന് കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖറിൻ്റെതായിരുന്നു. രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ BJP-യിലെ പ്രമുഖരായവരെല്ലാം BJP-യിൽ വിജയസാധ്യത ഉണ്ട് എന്ന് കരുതുന്ന മണ്ഡലങ്ങളിൽ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഏകദേശം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രണ്ടുപേർ കൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് സജീവമാകുന്നുണ്ട്. ഒന്ന്, വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സീറ്റ് ഉറപ്പിച്ച R ശ്രീലേഖയും അതുപോലെ തന്നെ നേമത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറുമാണ്. നേമത്തെ MLA മതിയായി എന്ന രീതിയിൽ പാപ്പനംകോട് നടക്കുന്ന അവിടെയുള്ള ജനരോഷം അണപൊട്ടി ഒഴുകുന്ന ആ കാഴ്ച ഇന്ന് നമുക്ക് കാണാനും കഴിയും. ഏതായാലും അതുമായി ബന്ധപ്പെട്ട സമര പരിപാടികളിലാണ് BJP എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്ന് വട്ടിയൂർക്കാവിൽ ചുമലെഴുതിക്കൊണ്ട് ശ്രീലേഖയും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സജീവമാകും. തൃശ്ശൂരിൽ പത്മജ ഇതിനകം മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. അതുപോലെ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രനും സജീവമാണ്. K സുരേന്ദ്രൻ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നേറി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കും. ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നത് കായംകുളത്ത് മത്സരിക്കുമെന്നായിരുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി അവർ കായംകുളം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തനം നടത്തി വരികയാണ്. ആലപ്പുഴയിൽ അരൂരും അങ്ങനെ ചില സാധ്യതകളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാടേക്ക് അവർ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. നേരത്തെയും പാലക്കാട് അവർ മത്സരിച്ചിട്ടുണ്ട്. പാലക്കാട് അവർക്ക് ഏറ്റവും സുപരിചിതമായ ഒരു മണ്ഡലമാണ്. സുരക്ഷിതമായ മണ്ഡലമാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയില്ല. പക്ഷെ സുപരിചിതമായ മണ്ഡലമാണ് എന്ന് തന്നെ പറയാൻ കഴിയുകയുള്ളൂ. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എവിടെ മത്സരിച്ചാലും വോട്ട് കൂട്ടുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രന് വലിയ സാധ്യതകളുണ്ട്. പക്ഷെ പാലക്കാടെ കാലാവസ്ഥ ശോഭാ സുരേന്ദ്രന് യോജിച്ചതാണോ എന്ന് ചോദിച്ചാൽ അതിന് യോജിച്ചതാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇനി അഥവാ ഏതെങ്കിലും രീതിയിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിൽ നിന്ന് വോട്ട് മറിയാൻ ഇടയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രന് അത് ഗുണം ചെയ്താൽ അവിടെ വിജയിക്കാം എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. അല്ലാതെ ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയ രീതിയിൽ വിജയിച്ച് കയറാൻ സാധിക്കുമോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അവിടെ പിരായിരി പോലുള്ള ചില മണ്ഡലങ്ങൾ ഒരു മുസ്ലിം ഡോമിനേഷൻ കൂടുതലുള്ള മണ്ഡലങ്ങളാണ്. ആ സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം ഡോമിനേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവരുടെ വോട്ടുകൾ അവർ ഏകപക്ഷീയമായി മാത്രമേ ആ വോട്ടുകൾ ആർക്കാണോ അത് ഒരുമിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും പാലക്കാട് കപ്പിനും ചുണ്ടിനും ഇടയിൽ വിജയം നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരാൾക്ക് അവിടെ ഒരു സുരക്ഷിത മണ്ഡലമാണോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തതയില്ല. പിന്നെ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ R ശ്രീലേഖ എതിർ സ്ഥാനാർത്ഥിയാണ്. ആരാണ് എന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. എതിർ സ്ഥാനാർത്ഥി കൂടിയൊക്കെ വന്നെങ്കിലേ നമുക്ക് ആ മണ്ഡലങ്ങളിലേക്ക് വിജയസാധ്യത പറയാൻ കഴിയൂ. നിലവിൽ 2 മണ്ഡലങ്ങൾ വിജയസാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കിയുള്ളവരുടെ സ്ഥാനാർത്ഥികളുടെ ആവാത്തത് കൊണ്ടാണ്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ ആയില്ലെങ്കിലും പറയാൻ കഴിയുന്ന 2 മണ്ഡലം, ഒന്ന് മഞ്ചേശ്വരവും അതുപോലെ തന്നെ നേമവുമാണ്. ഈ 2 മണ്ഡലങ്ങളിൽ നമുക്ക് ഏകദേശമൊക്കെ ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ BJP നേതാക്കന്മാർ സജീവമാകുന്നുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളെയും കൂടി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴില്ല. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും കൂടി പ്രഖ്യാപിച്ചാൽ വലിയ രീതിയിലുള്ള ചിലവ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും മറ്റും ആകും. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ രീതിയിലൊരു ആശങ്ക എന്നാണ് പ്രഖ്യാപിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനോട് തൊട്ടടുത്തോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമോ മാത്രമേ സ്ഥാനാർത്ഥികളെ ഒരു ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തെങ്കിലും അനൌദ്യോഗികമായി ഇവരെയൊക്കെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും മണ്ഡലങ്ങളിൽ ഇപ്പോൾ സജീവമാകുന്നത്. ഇപ്പോൾ ജില്ലാധ്യക്ഷന്മാരൊക്കെ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ജില്ലാധ്യക്ഷന്മാരെ രാജിവെപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ആ ചുമതല മറ്റാർക്കെങ്കിലും നൽകിക്കൊണ്ട് ജില്ലാധ്യക്ഷന്മാർ സജീവമായി മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തവണ BJP-യിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. നിരവധി പേർക്ക് BJP-യിലേക്ക് കടന്നു വരാൻ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം എന്ന് പറയുന്ന ഇഷ്ടം മാത്രമല്ല, പല സ്ഥലങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളിലും നിൽക്കുന്ന അസംതൃപ്തരായവർ, സീറ്റ് കിട്ടാത്തവരൊക്കെ BJP-യിലേക്ക് ചേക്കേറുന്നുണ്ട്. ഇപ്പോൾ വൈക്കം MLA അജിത്ത് വന്നു. 2 തവണ മത്സരിച്ചവർക്ക് CPI ഇനി സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. ബിജിമോളെ പോലും ഒഴിവാക്കിയപ്പോൾ അജിത്തിന് സീറ്റ് കിട്ടില്ല എന്ന് അജിത്തിന് അറിയാം. അപ്പോൾ ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ ഇനി ആജീവനാന്തം മത്സരിക്കാവുന്ന ഒരു ഓപ്ഷനാണ് BJP-യിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഏതെങ്കിലും ഒരാൾ മത്സരിച്ചു തുടങ്ങിയാൽ അവർക്ക് ആജീവനാന്തമാണ് ആ സീറ്റ്. ആജീവനാന്തം മത്സരിക്കുന്ന ചില സ്ഥാനാർത്ഥികൾ ഇന്നും ഈ തവണയും അവർ മത്സരിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ആജീവനാന്ത മത്സരാർത്ഥികളായി ജീവിതകാലം മുഴുവൻ കഴിയാവുന്ന ഒരു അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ പലരും BJP-യിലേക്ക് ചേക്കേറും. മാത്രമല്ല കേന്ദ്രത്തിൽ ഒരു ഭരണമുള്ളത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള ഗുണങ്ങൾ അവർക്കുണ്ടാവും. സാമ്പത്തികമായാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള
കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനാണെങ്കിലും പല രീതിയിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലെത്തി അവിടെ മത്സരിക്കുമ്പോൾ കുറച്ചുകൂടി സാമ്പത്തികമായൊക്കെ മെച്ചപ്പെടാനും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ പണം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും അങ്ങനെ വരും. 2 തവണ മത്സരിച്ച് തോറ്റവർക്ക് വീണ്ടും കോൺഗ്രസിൽ എന്തായാലും രശ്മിക്ക് സീറ്റ് കിട്ടില്ലെന്ന് രശ്മിക്ക് അറിയാം. രശ്മിയെ പോലുള്ളവർ BJP-യിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പേർ, അതായത് പല സ്ഥലങ്ങളിലും നിന്നിട്ടുള്ള അധികാരം അവിടെ എല്ലാം നേടിയെടുത്ത ശേഷം അടുത്ത ഒരു താവളം എന്ന രീതിയിൽ പലരും BJP-യിലേക്ക് പോയി എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ മറ്റുള്ളവർക്ക്, അതായത് പ്രവർത്തകർക്ക് എത്രമാത്രം BJP-യോടൊപ്പം എന്നും ഉറച്ചു നിൽക്കുന്ന പ്രവർത്തകർക്ക് എന്തൊക്കെയാണ് അവരുടെ മനസ്സിന്റെ തീരുമാനം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിലെ വിവരങ്ങൾ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടത്തും അത്തരത്തിലുള്ള ചില അസ്വസ്ഥതകൾ പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ BJP-ക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിയും, അല്ലെങ്കിൽ എത്ര ശതമാനം വോട്ടിലേക്ക് നേടാൻ കഴിയും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഉണ്ടാക്കിയ വലിയ വിജയം, ആ വിജയവും അതിനെ തുടർന്നുണ്ടായ ഭരണ മികവും ഒക്കെ ചർച്ചയാകുന്നുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ വലിയ സാധ്യതകൾ BJP-ക്ക് മുന്നിലുണ്ട്. ആ സാധ്യതകൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും വലിയ രീതിയിലുള്ള ഗുണങ്ങൾ BJP-ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട.